ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നൊരു കൂന്തൽ ഫ്രൈ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ടും ഓയിൽ അധികം ചേർക്കാതെ വെറും 2 ടേബിൾ സ്പൂൺ ഓയിലുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്നൊരു റെസിപ്പിയാണ്. അതിനു മുൻപേ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ല ഈസിയാണ് കൂന്തൽ ഫ്രൈ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഇതിന് മുകളിലുള്ള ഈ തൊലി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒളിച്ചെടുക്കാം. ഇനി അതിലെ തലയൊന്ന് മാറ്റാം. തല ഇതുപോലെ എടുത്തതിന് ശേഷം അതിലുള്ള ഒരു മുള്ള് മാറ്റിയെടുക്കണം. ഇതുപോലത്തെ ഒരു ഒറ്റ മുള്ളേ കാണുള്ളൂ. അതും കൂടി മാറ്റിയെടുത്തതിന് ശേഷം അതിലുള്ള അഴുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് മാറ്റിയെടുക്കാം. ഇനി ഇത് ആവശ്യത്തിനുള്ള വലിപ്പത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ നിന്നും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രൈ ആയതുകൊണ്ട് കുറച്ചും കൂടി വലിപ്പത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ അകത്ത് അഴുക്ക് കാണും, അതൊന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് മാറ്റാം. അതും ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റത്തെ ഭാഗം റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. ലാസ്റ്റ് മണ്ണ് അഴുക്കൊക്കെ കാണും, അപ്പോൾ അതൊന്ന് ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്ത് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ അതിനകത്തുള്ള മണ്ണൊക്കെ പോവുള്ളൂ. അപ്പോൾ നല്ല വൃത്തി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി തലയാണ്. തലയിലൊരു മഷി പോലത്തെ ഒരു ഭാഗമുണ്ട്, അത് പൊട്ടാതെ വേണം എടുത്ത് മാറ്റാനായിട്ട്. ഇതാണ് ആ മഷി പോലത്തെ സാധനം. അതിൽ തൊടാതെ അതിൻ്റെ മുകളിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ മഷി പൊട്ടിയാൽ കൈയും ആ വെള്ളമൊക്കെ നല്ല കറുത്ത കളറിലാവും. അപ്പോൾ അത് പൊട്ടാതെ വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി അടുത്തത് കണ്ണാണ്. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് പ്രസ് ചെയ്തെടുത്താൽ കണ്ണ് റിമൂവായി വരും. ഇതേപോലെ തന്നെ അടുത്ത കണ്ണും ക്ലീൻ ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ പ്രസ് ചെയ്തെടുക്കാം. ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട് 2 കണ്ണും. ഇനി ആ പൂ പോലത്തെ ഭാഗത്തൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ കണ്ണിൻ്റെ ഏതെങ്കിലും ഹോളിൽ കൂടി ഇതുപോലത്തെ ഒരു റൗണ്ട് സാധനം കൂടി വരും. ഇതും കൂടി ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായി എടുത്തിട്ടുണ്ട്. നല്ല ഈസിയാണ് കൂന്തൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള മഷിയൊക്കെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. കറുത്ത കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ മഷി. അത് ഇതിൽ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇത് പൊട്ടാതെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ കയ്യിലും അതിനകത്തുള്ള വെള്ളത്തിലൊക്കെ കറുത്ത കളറിലായി പോവും. അതും നേരത്തെ ക്ലീൻ ചെയ്തതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിനി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ ആ പൂ പോലത്തെ ഭാഗത്ത് ഈ നടുക്ക് കാണുന്നതാണ് ആ റൗണ്ട് പോലത്തെ ഇതും കൂടി പ്രസ് ചെയ്ത് മാറ്റിക്കളയണം. ഇതുപോലെ ചെയ്താലേ കണ്ണിൻ്റെ ഹോളിൽ കൂടി പുറത്ത് വരുള്ളൂ. അതും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തല കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായി കഴിഞ്ഞ് ഇതൊക്കെയൊന്ന് കഴുകിയെടുക്കാം. നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇത്രയും വലിപ്പത്തിന് ഫ്രൈ ആയതുകൊണ്ടാണ് ഇത്ര വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ടുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇനി അതിലോട്ട് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പെപ്പർ പൊടി, അതൊരു 1/2 ടീസ്പൂൺ മതി. മുളക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി അതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലായിടത്തും കൂടി മസാലയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനെടുക്കാം. ഇതുപോലൊരു ഇരുമ്പ് ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എണ്ണ കുറച്ച് നന്നായി ചൂടായ ശേഷം നേരത്തെ പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന കൂന്തലിട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് ആയിട്ടുണ്ട്. അന്നേരം അതിലുള്ള വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ഇനി അതിലുള്ള വെള്ളം ഇറങ്ങി അത് കുക്കായിക്കോളും. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നല്ല ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഇടയ്ക്ക് 2 പ്രാവശ്യം ഇതുപോലെ അടച്ച് വെച്ച് ആ വെള്ളമൊക്കെ വന്ന് ആ വെള്ളത്തിൽ കിടന്ന് ഇത് വെന്തതിന് ശേഷം ലാസ്റ്റ് 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മസാലയൊക്കെ ഫുൾ കവറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ മസാലയൊക്കെ നല്ല പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റത്തെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഞാൻ വെറും 2 ടേബിൾ സ്പൂൺ ഓയിലിലൂടെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും, മസാലയൊക്കെ പുരണ്ട് അടിപൊളിയായിട്ടിരിക്കും. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ എല്ലാവരും ഒന്ന് ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓയിൽ അധികം യൂസ് ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഈ രീതിയിൽ ചെയ്തെടുക്കാം. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതേ രീതിയിൽ നമുക്ക് പ്രൗൺസും ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല മസാലയൊക്കെ പുരണ്ട് വന്നിട്ടുള്ളൊരു കൂന്തലിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞു. നല്ല അടിപൊളി റെസിപ്പിയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതായാലും മതി. വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. നല്ല ചൂടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൈ ആണ്. ക്രിസ്പി ആയിട്ടുള്ളതൊന്നുമല്ല. എന്തായാലും ഇതേ റെസിപ്പി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. താങ്ക്സ് ഓൾ.